നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുടെ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയെയും പിടിച്ചുകെട്ടാൻ എന്തൊക്കെയാണ് വഴികൾ എന്നുള്ളതിനെക്കുറിച്ച് വളരെ കുലംകുഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് തന്നെ അതിൻ്റെ മറ്റൊരു ഘട്ട വളർച്ചയിലേക്ക് പ്രവേശിക്കുന്നത്. കോൺഗ്രസിനെ ഇപ്പോഴത്തെ നിലയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം കോൺഗ്രസ് വിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളായി മാറിയ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന നേതാക്കന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഭഗീരഥ പരിശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 26ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഒന്നു ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മുന്നണി അതിൻ്റെ പ്രവർത്തന വഴിയിൽ വേഗത കുറഞ്ഞുപോയി എന്ന പരാതി സത്യത്തിൽ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിനെ വിശാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ അഖണ്ഡ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പൈതൃകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചത് പശ്ചിമ ബംഗാളിലാണ്. 33 വർഷക്കാലത്തെ CPM ഭരണത്തിന് അറുതി വരുത്തി പശ്ചിമ ബംഗാളിൻ്റെ ഭരണം കൈയാളിയത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസുമാണ്. പക്ഷേ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം ഉണ്ടായി. ആ പരാജയത്തെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു എന്നു മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിലെ 2 സഭകളിലെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ MPമാരെ ചാക്കിട്ടു പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി വലിയ ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ ശ്രമം ഒരു പരിധിവരെ വിജയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്. മമതാ ബാനർജി എന്ന് പറയുന്ന ഒറ്റയാൾ പട്ടാളത്തിൻ്റെ പോരാട്ടം തന്നെ പശ്ചിമ ബംഗാളിൽ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള നിലനിൽപ്പ് മാത്രമല്ല, വ്യക്തിപരമായിട്ടുള്ള നിലനിൽപ്പ് പോലും അപകടകരമായ ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് വളരെ വലിയ തിരിച്ചറിവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും മമതാ ബാനർജിക്കും ഇപ്പോഴുള്ളത്. അവരോടൊപ്പം നിലയുറപ്പിച്ച യൂസഫ് പട്ടാൻ ഉൾപ്പെടെയുള്ള സമുന്നത ക്രിക്കറ്റ് താരങ്ങളും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പാളയത്തിലേക്ക് അതിവേഗം പാഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ ഇനി തൃണമൂൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് പശ്ചിമ ബംഗാളിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന സത്യം മമതാ ബാനർജി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കോൺഗ്രസ് വിട്ട മമതാ ബാനർജി കുറേ കാലത്തിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലേക്ക് നേരിട്ട് വന്നത്. മുമ്പ് നടന്ന ഒട്ടുമിക്ക യോഗങ്ങളിലും പ്രതിനിധികളെ അയച്ചു എന്നല്ലാതെ മമതാ ബാനർജിയുടെ സാന്നിധ്യം ഇന്ത്യ മുന്നണിയിൽ തുലം കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലിനടിയിലെ മണ്ണ് ക്രമാതീതമായി ഒലിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയെ കെട്ടിപ്പുണർന്ന് ആശ്ലേഷിക്കാനും മമതാ ബാനർജി തയ്യാറായി. ഈ ഒരു ഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മമതാ ബാനർജി കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനോടൊപ്പം ചേരാതെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി പശ്ചിമ ബംഗാളിൽ ഒതുങ്ങേണ്ടി വരുന്ന ഒരു ഘട്ടം മമതാ ബാനർജിയെ സംബന്ധിച്ച് അപകടകരമായിരിക്കും എന്ന് മാധ്യമങ്ങളെല്ലാം വിധിയെഴുതി. ഇത്രയും കാലം വിശ്വസ്തരായി കൂടെ നിന്ന മഹാഭൂരിപക്ഷം നേതാക്കന്മാരും BJPയുടെ പാളയത്തിലേക്ക് ഒന്നിന് പിറകെ ഒന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തടയണ രാഷ്ട്രീയപരമായി സൃഷ്ടിക്കാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുക എന്നല്ലാതെ മറ്റൊരു മാർഗവും മമതാ ബാനർജിയെ സംബന്ധിച്ച് അവരുടെ മുന്നിലില്ല. അങ്ങനെയെങ്കിൽ മമതാ ബാനർജി കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് കടന്നു വരും എന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സമുന്നതനായ NCP നേതാവ് ശരത് പവാറുമായി ബന്ധപ്പെട്ട വാർത്തകളും. ശരത് പവാറും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഗാന്ധി കുടുംബവുമായി പിണങ്ങി സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി
മഹാരാഷ്ട്രയിൽ വളരുകയും തളരുകയുമൊക്കെ ചെയ്തത്. ആ ശരത് പവാറിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ വിവിധ ഭാഗങ്ങളായി പിളരുകയും മഹാരാഷ്ട്രയുടെ മണ്ണിലും BJP അധികാരത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലേക്ക് ശരത് പവാറിന് തനിച്ചോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് തനിച്ചോ ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അത്രമേൽ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് മമതാ ബാനർജിയോടൊപ്പം ശരത് പവാറിനെയും കോൺഗ്രസിലെത്തിച്ച് മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങളാണ് ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഭിഭാഷകനായ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി മതേതര ഭാരതത്തിന് മുമ്പിൽ നിറഞ്ഞു നിന്ന കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പ്രാദേശിക അടിസ്ഥാനത്തിൽ ഏകദേശം 29 സ്റ്റേറ്റുകളിലും കോൺഗ്രസ് അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാസമുദ്രത്തിനകത്തേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളും അനുകൂലമായിട്ടുള്ള നിലപാടുകളുമാണ് നേതാക്കളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ ഏറ്റവും വലിയ ശത്രുവായി കാണുമ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് നായകത്വം നൽകുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകാൻ ശരത് പവാറും മമതാ ബാനർജിയുമെല്ലാം തയ്യാറായതാണ്. ആ തയ്യാറായ ഘട്ടത്തിൽ തന്നെയാണ് വെറും 35 സീറ്റിന്റെ പിൻബലത്തിൽ മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചത്. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ 3/2 ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്നും അതുവഴി തങ്ങൾ ആഗ്രഹിക്കുന്ന ബില്ലുകളും നിയമങ്ങളുമെല്ലാം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്നാഗ്രഹിച്ച നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചുകെട്ടാൻ സാധിച്ചതും ഇന്ത്യ മുന്നണി ഒന്നുണ്ടായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇന്ത്യ മുന്നണിക്കകത്തും വിഭജനം ശക്തമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മൂലധനമായി മുന്നണി രാഷ്ട്രീയത്തിൽ കൂടെ നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK. പക്ഷേ ജോസഫ് വിജയ് അധികാരത്തിൽ വരികയും കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും ഭരണത്തിന്റെ ഭാഗമാകാനും മന്ത്രിമാരാകാനും കോൺഗ്രസിനെ ക്ഷണിക്കുകയും ചെയ്തതോടുകൂടി തമിഴ്നാട്ടിൽ മാറ്റങ്ങളുണ്ടായി. 1960-കൾക്ക് ശേഷം കോൺഗ്രസിന്റെ പ്രതിനിധികൾ തമിഴ്നാടിന്റെ ഒരു മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നത് ലാഘവത്തോടു കൂടിയല്ല കോൺഗ്രസ് നേതൃത്വം കണ്ടത്. സ്വാഭാവികമായും ജോസഫ് വിജയുടെ ക്ഷണം സ്വീകരിച്ച് കോൺഗ്രസ് നേതൃത്വം മന്ത്രിസഭയിലേക്ക് ചേരാൻ തീരുമാനിക്കുകയാണ് തമിഴ്നാട്ടിലുണ്ടായത്. പക്ഷേ അവിടെ ഇത്രയും കാലം കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിച്ച സ്റ്റാലിന്റെ DMK പുറത്തു നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ DMK MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ബദലായി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് DMKക്ക് നായകത്വം നൽകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും NCPയെയും അതുകൂടാതെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസ് വിരുദ്ധതയുടെ പേരിൽ, BJP വിരുദ്ധതയുടെ പേരിൽ കൂട്ടത്തിൽ നിർത്താനുള്ള ശ്രമങ്ങളാണ് MK സ്റ്റാലിൻ ആരംഭിച്ചത്. ഒരുപക്ഷെ ഇത് പഴയകാല VP സിംഗിന്റെ ചരിത്രത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകും എന്ന തിരിച്ചറിവ് സത്യത്തിൽ കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അത് BJPയെ ശക്തിപ്പെടുത്താനല്ലാതെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യത്തെ തകർക്കും എന്ന തിരിച്ചറിവും മറ്റാരേക്കാളും കൂടുതലുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഓരോ പാർട്ടികളെയും മുന്നണിയുടെ ഭാഗമാക്കുക എന്നതിനു പകരം കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹൃദയരക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ സകല ഗ്രാമവീഥികളിലും വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിലുടനീളം ശക്തിപ്പെടുത്തുക എന്ന സമ്മോഹനമായിട്ടുള്ള ചിന്തയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് വിജയം കാണും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പുതിയ തലമുറ രാഷ്ട്രീയക്കാരെയും ഈ മുന്നണിയുടെ ഭാഗമാക്കുന്നതിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജിയെയും NCPയുടെ നേതാവ് ശരത് പവാർ ഉൾപ്പെടെയുള്ളവരെയും കോൺഗ്രസിലേക്ക് തന്നെ എത്തിച്ച്
കോൺഗ്രസിന്റെ സമുന്നത നേതൃസ്ഥാനങ്ങളിൽ ഇരുത്തി കോൺഗ്രസിനെ കുറെ കൂടി വിശാലമായ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി ഇന്ത്യയിൽ വളർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്.